ബാംഗ്ലൂർ ഡയസിസിൽ നിന്ന് വന്ന ഏബ്രഹാം തോമസ് വൈസ് പ്രസിഡന്റ് അച്ഛൻ ദയവായി സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് ശനിയാഴ്ചയായിരുന്നു അഖില മലങ്കര മത്സരങ്ങൾ നടത്തിയത്. അതിൽ പ്രസംഗ മത്സരവും അതോടൊപ്പം തന്നെ ഉപന്യാസ മത്സരവും ഉണ്ടായിരുന്നു. അതിനേക്കാൾ അധികം ഭംഗിയായി ക്വിസ് മത്സരം ആര് സമ്മാനാർഹരാകും എന്നത് ഒരു വലിയ മത്സരം തന്നെയായിരുന്നു. ഇത്രയും നന്നായിട്ട് സഭാചരിത്രവും തിരുവചനവും നമ്മുടെ സഭയിലെ സ്ത്രീകൾ പഠിച്ചിരിക്കുന്നത് കണ്ട് അങ്ങേയറ്റം ദൈവത്തെ സ്തുതിച്ച ഒരു ദിവസം. എത്ര ഭംഗിയായിട്ടാണ് 16 ടീം ഭംഗിയായി പങ്കെടുത്തു. തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെയുള്ള ടീമുകൾ അതിൽ പങ്കെടുത്തു. എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായി അഭിനന്ദനം. മത്സരത്തിൽ വിജയിച്ചവരുടെ പേരുകൾ വിളിക്കുന്നു. ക്വിസ് മത്സരത്തിന് 1ാം സ്ഥാനത്തിന് അർഹമായത് ബാംഗ്ലൂർ ഡയസിസിലെ ടീമാണ്. ടീം അംഗങ്ങൾ തെരേസ ചെറിയാൻ and Aditi Cherian of St. Gregorius Orthodox Church, മതിക് അമ്മയും മകളുമാണ്. പ്രത്യേകമായിട്ട് അവരുടെ കൈയടിക്കാൻ അവരുടെ സമ്മാനം മേടിക്കുന്നത് അവരെത്തിയിട്ടില്ല. ബാംഗ്ലൂർ ഡയസിസിലെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഏബ്രഹാം തോമസ് അച്ഛൻ അവർക്ക് വേണ്ടി സമ്മാനം സ്വീകരിക്കുന്നതായിരിക്കും. തെരേസ ചെറിയാൻ and Aditi Cherian of ബാംഗ്ലൂർ ഡയസിസ്. 2ാം സമ്മാനം സാറമ്മ പണിക്കർ സി സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് നന്ദൻകോട്, ജിബിയ എം സാമുവൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഇളമാട് തിരുവനന്തപുരം ഡയസിസിലെ അംഗങ്ങളാണ്. വളരെ നന്നായിട്ട് ജൂനിയേഴ്സ് ധാരാളം കടന്നു വരുന്നു എന്നുള്ളത് സന്തോഷമുണ്ട്. ജിബിയ എം സാറമ്മ പണിക്കർ. 3ാം സ്ഥാനം 3 ഭദ്രാസനങ്ങൾ ഒരുപോലെ വന്നു നിന്നതുകൊണ്ട് 3 ഭദ്രാസനത്തിനും 3ാം സ്ഥാനത്തിന് അർഹമായി. അതിൽ ആദ്യം കൊച്ചി ഭദ്രാസനം മിസസ് മോളി കോശി സെന്റ് മേരീസ് കത്തീഡ്രൽ എറണാകുളം ആൻഡ് ലീല പൗലോസ് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ആലപ്പുഴ. പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവരും കൈയടിക്കുക. മിസസ് ക്ലൗഡിയ കെയിൽ ആൻഡ് മീന ജോൺസ് പുലിക്കോട്ടിൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് മെയിൻ റോഡ് കുന്നംകുളം. അമേരിക്കര ഭദ്രാസനം സുസൻ നാമ തോമസ് സെന്റ് സാം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചാപ്പൽ പട്ടാക്കാവ്. അമേരിക്കര ഭദ്രാസനത്തിൽ നിന്ന് വന്നു തിരുമേനി, കർത്താവ്യ സമാജം വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പുളിമുട്ടിലച്ചൻ, ബഹുമാനപ്പെട്ട വൈദിക സെക്രട്ടറി, കർത്താവ്യ സമാജം ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പ്രൊഫസർ മേരി മാത്യു, വേദിയിലും സദസ്സിലും ഉപസ്ഥിതരായിരിക്കുന്ന വൈദിക സെക്രട്ടറി സഹോദരങ്ങളെ, മർത്തമറിയം വനിതാ സമാജ പ്രവർത്തകരെ, ഒരു വാക്ക് ആശംസ പറയണമെന്ന് മേരി മാത്യു ടീച്ചർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനിവിടെ നിൽക്കുകയാണ്. സൺഡേ സ്കൂളിൻ്റെ സമ്മേളനത്തിൽ ഒരു വാക്ക് പറയേണ്ടതുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ വരാനും വൈകിയത്. ഞാൻ വിചാരിച്ചു സമ്മാനദാനത്തോടുകൂടി എല്ലാം തീരുന്നു, നിങ്ങളോടൊപ്പം എനിക്കും ഉടൻ തന്നെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ തിരുമേനി പറയുക അച്ഛന് ഇഷ്ടം പോലെ സമയമെടുത്തു എന്ന്. പക്ഷെ നിങ്ങൾക്ക് താഴെ ഇരിക്കുന്നവർക്ക് അറിയാം എങ്ങനെയാണ് നിങ്ങളുടെ സമയമെന്ന്. അതുകൊണ്ട് ഞാൻ അതൊന്നും പരീക്ഷിക്കുന്നില്ല. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അത് കിട്ടേണ്ട സമയം എത്രയും വേഗത്തിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വാക്ക് ആശംസ പറയുവാൻ ഞാൻ എടുക്കുകയാണ്. ഒന്നാമത്
ഈ ക്യാമ്പസിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വൈദിക സെമിനാരിയുടെ പ്രവർത്തനം എന്നുള്ള നിലയിൽ നിങ്ങളുടെയൊക്കെയും സാന്നിധ്യവും നിങ്ങളിവിടെ വന്ന് ആരാധന അണയ്ക്കുന്നതും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് വൈദിക സെമിനാരിക്ക് പ്രത്യേക അനുഗ്രഹത്തിന്റെ നിമിഷമായതുകൊണ്ട് ആ ഒരു സന്തോഷം അറിയിക്കട്ടെ. മറ്റൊരു കാര്യം, സെമിനാരിയുടെ ദ്വിശതാബ്ദി വൈസ് സെന്റിനറി അതിന്റെ ഉദ്ഘാടനത്തിന് പങ്കെടുത്ത ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. മർദ്ദമണീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡെലിഗേഷൻ അതിൽ സംബന്ധിച്ചത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. മേരിമാജി ടീച്ചർ അക്കാര്യത്തിൽ അങ്ങേയറ്റം ഉത്സാഹിക്കുകയും ഭദ്രാസന ഭാരവാഹികളും സഹകരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മുടെ മർദ്ദമണീയ സമാജത്തിന്റെ ശക്തമായ ഒരു സാന്നിധ്യം സെമിനാരിക്ക് അന്ന് ലഭിച്ചു. നിങ്ങളുടെ ആ ഒരു സഹകരണത്തെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും, പരിശുദ്ധ വടശ്ശേരി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കുറെ വർഷങ്ങളായിട്ട് ഇപ്രകാരമുള്ള സമ്മേളനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് ഒരു കാര്യം ഓർമ്മിക്കുവാനായിട്ടുള്ള ഒരു മുഖാന്തരവും കൂടെയാണ്. 19ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ പഴയ സെമിനാരി അങ്കണത്തിൽ മലങ്കര മഹാജന സഭ എന്ന പേരിൽ വർഷത്തിൽ 2-3 പ്രാവശ്യം സഭാംഗങ്ങളായ പല വ്യക്തികളും 2-3 ദിവസം സമ്മേളിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മലങ്കര സഭാമാസികയ്ക്ക് മുൻപ് സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായിട്ട് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിന്റെ താളുകൾ വായിച്ചാൽ മതി. ആ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്ന് പറയാം. സഭാ പത്രികയല്ല, എന്നൊരു സകല പത്രികയുണ്ട്. മലങ്കര ഇടവക പത്രിക. ഇടവക പത്രിക പുലിക്കോട്ടിൽ ജോസഫ് ദീവന്നാസിയോസ് രണ്ടാമന്റെ, അതായത് MD സ്കൂളുകളുടെയൊക്കെ ആ ഒരു സ്ഥാപകനായ പിതാവിന്റെ, വൈദിക പഴയ സെമിനാരി ചാപ്പലിന്റെ വടക്കു ഭാഗത്ത് കവർണങ്ങിയിരിക്കുന്ന പിതാവിന്റെ കാലത്ത് ആരംഭിച്ച ഒത്തിരി നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഒരു വലിയ പ്രസിദ്ധീകരണം ഉണ്ടാവുക എന്ന് പറയുന്നത്. മറ്റൊരു സഭയ്ക്കും ഈ മലയാളത്തിൽ ഒരു പ്രസിദ്ധീകരണം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഇടവക പത്രിക എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ആ പ്രസിദ്ധീകരണത്തിന്റെ താളുകൾ വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഒരു വർഷം 2 പ്രാവശ്യം, ചിലപ്പോൾ 3 പ്രാവശ്യം മലങ്കര മഹാജന സഭ സമ്മേളിച്ചിരുന്നു. അത് മാനേജിംഗ് കമ്മിറ്റിയൊന്നുമല്ല, പൊതുവിൽ താല്പര്യമുള്ള വിഷയങ്ങൾ സഭയുടെ പൊതുവായിരിക്കുന്ന അഭ്യുന്നതിക്ക് വേണ്ടി ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാൻ വേണ്ടി അവർ കൂടുമായിരുന്നു. അങ്ങനെ കൂടിയപ്പോൾ അവർ നിർദ്ദേശിച്ച കാര്യങ്ങളിൽ ഒന്നാണ് മലങ്കര സഭയിലെ സ്ത്രീകൾക്ക് പൊതുവേദിയായിട്ട് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാവണം, സൺഡേ സ്കൂൾ ശക്തമായിട്ട് പ്രവർത്തിക്കണം, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ ആളുകൾ അതിനോട് പ്രതികരിക്കുവാൻ ശക്തമായ രീതിയിൽ സജ്ജമാക്കപ്പെടണം, നല്ല ഒരു വൈദിക സെമിനാരി ഉണ്ടാവണം, നല്ല ഒരു ലൈബ്രറി ഉണ്ടാവണം, നല്ല സന്യാസ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവണം, മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി സഭ കൂടുതൽ ഊന്നൽ നൽകണം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ തീരുമാനിച്ചത് ഈ ഇടവക പത്രികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെ പ്രാവർത്തികമാക്കി മാറ്റുവാനായിട്ട് ഏറ്റവും കൂടുതൽ യത്നിച്ച പിതാവാണ് ഇന്ന് നമ്മൾ ആരുടെ ഓർമ്മയിൽ സമ്മേളിച്ചിരിക്കുന്നുവോ ആ വടശ്ശേരി പരിശുദ്ധ ദീവന്നാസിയോസ് തിരുമേനി. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വൈദികര് ഉൾപ്പെടെ സഭാംഗങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അക്കമിട്ട് 34 സംഗതികളായിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. എന്താ പുസ്തകത്തിന്റെ പേര്?
മതസംഗതി എന്നറിയപ്പെട്ടതും മതോപദേശ സാരമെന്ന് കൂടുതൽ അറിയപ്പെടുന്നതുമായ പുസ്തകം. അതിനകത്ത് എത്ര വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്? 34. ഓരോന്നിനും പറയുന്ന സംഗതി എന്നാണ്. നിങ്ങള് ഒത്തിരി കാലത്തിന് ശേഷം ഈ സംഗതി പരിചയപ്പെട്ട ഒരു കാലം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അതെപ്പോഴാണ്? ഐഡിയ സ്റ്റാർ സിംഗറിന്റെ കാലത്ത്. അന്ന് അതിന്റെ വിധികർത്താക്കളൊക്കെ ഈ പാട്ട് പാടുന്നതിനകത്ത് വല്ല കാര്യമുണ്ടെങ്കിൽ അതിന് പറയുന്ന ഒരു കാര്യമാണ് സംഗതി. ഈ സംഗതി അഥവാ കുട്ടൻസ് സഭാകാര്യങ്ങളിൽ, സഭാ ജീവിതത്തിൽ, വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന 34 കാര്യങ്ങൾ അക്കമിട്ട് വടശ്ശേരി തിരുമേനി എഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകം നമുക്കൊരു കാലത്ത് സൺഡേ സ്കൂളിന്റെ പാഠപുസ്തകമായിരുന്നു. അത് നിങ്ങളൊന്ന് വായിക്കണം, പഠിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ വേദപുസ്തകപരമായ അടിസ്ഥാനങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദപുസ്തകപരമായ അടിസ്ഥാനങ്ങൾ അക്കമിട്ട് ചേർത്തിരിക്കുന്നു. അത് മാത്രവുമല്ല, നമ്മുടെ സഭാ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, കൗദാശിക ജീവിതത്തെ കുറിച്ച് ഒക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം നിങ്ങളിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇനി ഒരു ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നു, ഞങ്ങളെ വെറുതെ വിട്ട് നിങ്ങൾ പറയുമായിരിക്കും, എന്നാലും പറയുക. നമ്മുടെ വേദപുസ്തകത്തിൽ ഇത്ര പുസ്തകങ്ങളുണ്ട്, പ്രൊട്ടസ്റ്റന്റ് വേദപുസ്തകത്തിൽ ഇത്ര പുസ്തകങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കി ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതിയിരിക്കുന്ന ഒരു ചാപ്റ്റർ ഈ മതോപദേശ സാരത്തിനുണ്ട്. അതിൽ പ്രൊട്ടസ്റ്റന്റ് വേദപുസ്തകത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ടെന്ന് തിരുവേനി പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാം അറിയാം. അത് എത്രയാണ്? 66. യാതൊരു സംശയമില്ല. എന്നാൽ നമ്മുടെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഇത്ര, പുതിയ നിയമത്തിൽ ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് ആകെ 69 പുസ്തകങ്ങൾ എന്ന് വടശ്ശേരി തിരുമേനി നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ ആദ്യമായിട്ട് വേദപുസ്തകത്തെ സംബന്ധിച്ച് ഒരു സംഖ്യ, പുസ്തകങ്ങളുടെ സംഖ്യ എഴുതി വെച്ചു. അതിൽ പഴയ നിയമത്തിൽ 41 പുസ്തകങ്ങൾ, മക്കാബിയരുടെ 2 പുസ്തകങ്ങൾ ഉൾപ്പെടെ എസ്തേറിന്റെ പുസ്തകത്തെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട്, അതായത് പഴയ കാനൂനുകളിൽ അത് കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ 41 പഴയ നിയമ പുസ്തകങ്ങളും വെളിപാട് പുസ്തകത്തെ ഒഴിവാക്കിക്കൊണ്ട്, എന്നാൽ പകരം ക്ലീനീസിന്റെ 2 ലേഖനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമത്തിൽ 28 പുസ്തകങ്ങളുമായിട്ട് 69 പുസ്തകങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്ന വടശ്ശേരി തിരുമേനി കുറിച്ചു വെച്ചു. നമ്മുടെ മനസ്സിലുണ്ടോ? നമുക്ക് ഓർക്കോ ചോദിച്ചാൽ ഉത്തരം പറയാനായിട്ട് ഇന്ന് നമുക്ക് ലഭ്യമാണ് അല്ലേ? ആകെ എത്ര പുസ്തകങ്ങളെന്ന് വടശ്ശേരി തിരുമേനി പറഞ്ഞത്? 69. പഴയ നിയമത്തിൽ എത്ര? 41. പുതിയ നിയമത്തിൽ എത്ര? 28. പുതിയ നിയമത്തിൽ ഒഴിവായ പുസ്തകമാണ് വെളിപാട്. ചേർക്കപ്പെട്ടത് എത്ര പുസ്തകങ്ങളാണ്? അപ്പൊ അങ്ങനെയാണ് കണക്ക് ശരിയാണോ? തിരുമേനി അവരുടെ പുസ്തകത്തിനൊന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ആ കണക്കുകളൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കും തിരുമേനി എങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഏതായാലും പഴയ നിയമത്തിൽ 41, പുതിയ നിയമത്തിൽ 28 പുസ്തകങ്ങൾ. ഇങ്ങനെ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനം അതിലേറ്റവും ആവശ്യമാണ് എന്ന് തിരുമേനി ഓർമ്മിപ്പിച്ച കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നുകൊണ്ട്, നിങ്ങളുടെ മനസ്സിൽ വൈദിക സെമിനാരി എന്നും ഉണ്ടായിരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് സെമിനാരിക്കുള്ള നിങ്ങളുടെ പങ്കാളിത്തങ്ങളൊക്കെ പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിൽ, കാരണം സ്ത്രീകളോട് വല്ലതും പറഞ്ഞാലേ കാര്യം നടക്കും. ഞങ്ങളുടെ ഈ സെമിനാരിയുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് സഭയുടെ ഇടവകളിൽ വരുന്നതായ സംഭാവന കൊണ്ടാണ്. അത് എല്ലാ വർഷവും കൂടി വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഈ സഭയിലെ സ്ത്രീകൾക്ക് സെമിനാരിയെ കുറിച്ചൊരു മതിപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അത് വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അച്ഛന്മാര്
സെമിനാരിയിൽ പഠിച്ചിറങ്ങിയ അച്ഛന്മാരൊക്കെ ഉത്സാഹത്തോടുകൂടി സെമിനാരിയെ സ്നേഹിക്കുന്നു, കരുതുന്നു. അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളോടൊക്കെ ആ കാര്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു പെരുന്നാൾ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ഭാവി ജീവിതത്തിന് മുഴുവൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ സമ്മാനം നേടിയവരായ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you so much for the informative. അഭിനന്ദനത്തിനുമേ വേദിയിൽ ഉപസ്ഥിതരായിരുന്ന ദീർഘശ്രേഷ്ഠ പ്രിയപ്പെട്ട മാതാക്കളെ, തികച്ചും വീട് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു ആശംസ പ്രസംഗം നടത്താൻ ഒരു അവസരം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും ഇവിടെ ലഭിച്ച അവസരത്തിനായി പ്രത്യേകമായിട്ട് നന്ദി കരയറ്റുകയാണ്. എൻ്റെ ഒരു ശ്രേഷ്ഠൻ സ്ത്രീകളെ കുറിച്ചുള്ള മഹാത്മത്തെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു വേർപൂട്ടലിലാണ് ഞാൻ ഇരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച് ഉടനെ തന്നെ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീയെ കുറിച്ചൊരു പത്രവാർത്ത ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അമ്മയാകുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്, അല്ലേ? നല്ല വിശ്വസിക്കുന്നുണ്ടോ? അത് കുഞ്ഞുങ്ങളെല്ലാവരോട് ചോദിച്ചാൽ അതിന്റെ വിഷമം അവർക്കറിയാം. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലാണ്. കാരണം ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീ ജനിച്ച ചോര കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി. ഒരു സ്ത്രീ ജന്മം നൽകിയത് കൊണ്ട് മാത്രം അമ്മയാകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കുവാനായിട്ടുള്ളത്. ഒരിക്കലുമല്ല. ഒരു സ്ത്രീ അമ്മയാകുന്നത് കർമ്മം കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ നല്ല അമ്മമാരാണോ എന്ന് ശോധന ചെയ്ത് നോക്കുക. നല്ല അമ്മമാരാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല മക്കളെ പ്രസവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാതൃകാപരമായ ജീവിതം നയിച്ച് മക്കളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. വിശുദ്ധ ദിവസം വായിക്കുമ്പോൾ ഉടനീളം കാണുന്ന മാതൃകയുള്ള അമ്മമാരെ കുറിച്ചാണ്. കന്യാമറിയ, യേശുവായ മാതൃകയുള്ള മക്കളെ പ്രസവിച്ചു. അവര് നല്ല അമ്മമാരായി തീർന്നു. നമുക്ക് നല്ല അമ്മമാരായി തീരേണ്ടത് ഏറ്റവും അത്യാവശ്യമല്ലേ എന്ന് ചിന്തിച്ചു നോക്കുക. നല്ല അമ്മമാരുണ്ടാകുമ്പോൾ നല്ലൊരു സമൂഹം ഉടലെടുക്കുകയാണ്. ആ സമൂഹത്തിന്റെ നന്മ ഈ സ്ത്രീകളിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകെ നല്ല അമ്മമാരായി തീരുവാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ. എൻ്റെ ഭദ്രാസനത്തിൽ, ബാംഗ്ലൂർ ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ചാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അവിടുത്തെ വൈസ് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ മാസങ്ങൾക്കുള്ളിൽ 2-3 സമ്മാനം വാങ്ങിക്കുവാനായിട്ട് സാധിച്ചു. അത് വേണ്ടി കിട്ടിയ സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഞങ്ങളുടെ ഭദ്രാസനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതി മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഭദ്രാസനത്തിൽ സെൻട്രൽ കൺവെൻഷൻ നടക്കുന്ന സന്ദർഭത്തിൽ അനുമാനത്തോടുകൂടി അവിടെ താമസിക്കുന്ന ധാരാളം പേര് ഭവനമില്ലാതെ കഴിയുന്നവരാണ്. അങ്ങനെ ഭവനമില്ലാതെ കഴിയുന്നവർക്ക് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ളൊരു പദ്ധതി ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മർത്തമതി സമാജത്തിന്റെ ഭാഗമായിട്ട് ഒരു ഭവനം ഉണ്ടാകണമെന്ന് കമ്മിറ്റിയിൽ വെച്ചപ്പോൾ അഭിപ്രായം സ്വീകരിക്കുകയും അതോടനുബന്ധിച്ച് എല്ലാ ഭവനങ്ങൾക്കും ഒരു വഞ്ചിക കൊടുക്കുകയും ആ വഞ്ചിക നിറച്ച വരുന്ന ഒക്ടോബർ മാസം അത് തിരിച്ചേൽപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന തുക അവിടെ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തിക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ വർത്തമാന സമാജത്തിന്റെ പ്രവർത്തകരാണ്. ധാരാളം ജീവകാര്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൽ നമ്മൾ കർമ്മനിരതരാകണം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. തുടർന്ന് വർത്തമാന സമാജം കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് കൂടുതൽ വളർച്ച പ്രാപിക്കേണ്ടത് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിരവസരത്തിൽ തന്ന തിരുമേനിയോടും ഇതിന്റെ സംഘാടകരോടുമായ പ്രത്യേകമായ നന്ദി, സ്നേഹം, കടപ്പാടും ഈ സമയത്ത് അറിയിച്ചു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുക.
ചോദിക്കുകയായിരുന്നു. അങ്ങനെ മകരല്ല എന്ന അച്ഛൻ ബാബാവിനെ പറയുകയുണ്ടായി. അതുകൊണ്ട് എന്തായിരിക്കും പറയേണ്ടത്? നഗ്നമായ വനിതാ സമാജം. വനിതാ വിട്ടാലും നഗ്നമായ സമാജം ഷോർട്ടായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. മാതാവിനെ കൈവിടരുത്, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പം നഗ്നമായ വനിതാ സമാജം എന്ന് തന്നെ പറയണം. ഇനി മാംസം എന്ന് ആരും പറയരുത്. പക്ഷേ സെന്റിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് പ്രകാരം എല്ലാവരും ചെയ്യണമെന്ന് തോന്നിക്കും. Abraham Thomas Achen, ഇന്നത്തെ മുഖ്യ പ്രഭാഷക മിസസ് ലിലി ജോൺ, വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്താണ് ഉത്സവം ഒരു കൺഫ്യൂഷനാണ്. നമ്മുടെ ഭക്ഷണത്തിന് ഒരു 10 മിനിറ്റ് കൂടെ വേണമെന്ന് ചെമ്മാസൻ അറിയിച്ചു. അപ്പോൾ ഒരു പ്രോഗ്രാം ഇടയ്ക്കാകാം, അതുകൊണ്ടാണ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമിൽ ഉള്ള കാര്യമല്ലായിരുന്നു. അതാണ് ഒരു പ്രയാസം അവിടെ ഉണ്ടായത്. ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്പം മാറുകയാണ്. അച്ഛൻ്റെ ആശംസ നേരും, അതിനുശേഷം രേഖപ്പെടുത്തും. വലിയ സിസ്റ്ററി, കഥാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരികൾ, വളരെ സന്തോഷം. പരിശുദ്ധനായ വടച്ചിത്രമേരിയുടെ പെരുന്നാളോടനുബന്ധിച്ച് മലങ്കര സഭയുടെ 19 സമാധാനങ്ങൾ ഒത്തുകൂടി ആരാധനയിൽ സംബന്ധിക്കുകയും തുടർന്ന് ആത്മീയമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ കടന്നു പോവുകയും ചെയ്യുന്നു. പെരുന്നാളുകൾ വെറും ആഡംബരങ്ങളോ ആഘോഷങ്ങളോ അല്ല എന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പെരുന്നാളോട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം 3 സമ്മേളനങ്ങൾ, കഴിഞ്ഞ വർഷം 4 സമ്മേളനങ്ങളുണ്ടായിരുന്നു. ഈ 4 സമ്മേളനങ്ങളിലും ആത്മീയമായ പ്രബോധനങ്ങളും സംഘടനയുടെ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് ഒരനുഭവത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്. വെറും പ്രാസമോ നേർച്ചകൊണ്ടോ ഭക്ഷണങ്ങളോ മാത്രം പെരുന്നാൾ അവസാനിക്കുന്നില്ല. ശ്രദ്ധയെ അക്കാമപ്പോൾ അവരുടെ ഈ ചുമതല വഹിച്ചപ്പോഴാണ് ഇങ്ങനെ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുന്നത്. മത്സരങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് പെരുന്നാളിനോടനുബന്ധിച്ച് അതിൻ്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും അതിനോടനുബന്ധിച്ച് നല്ലൊരു ക്ലാസ് ഇവിടെ കൊടുക്കുകയും ചെയ്യുന്നത്. ഇന്നും എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ വന്നു. കഴിഞ്ഞ വർഷത്തേക്കും ആൾ കുറവാണോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ വർഷം ആൾ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തു വന്നിരുന്നു. അടുത്ത വർഷം എന്തായാലും മലങ്കര സഭയിൽ നിന്ന് എല്ലാ യൂണിറ്റുകളിൽ നിന്നും അംഗങ്ങളെത്തി ഈ പെരുന്നാളിൽ കൂടുതൽ അനുഗ്രഹപ്രദമായി തീർക്കണമെന്ന് പ്രത്യേകമായിട്ട് ഒരു നിർദ്ദേശം വയ്ക്കുന്നു. എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും ഭംഗിയായി നടക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിന് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നന്ദി പറയുക, നന്ദിയുള്ള മനസ്സുള്ളവരാക്കുക ഏറ്റവും ധന്യമായിട്ടുള്ള ജീവിത പ്രത്യേകത തന്നെയാണ്. നമുക്ക് ആരോടെല്ലാം ഒരു ജീവിതത്തിൽ നന്ദി പറയുവാനുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ ദിവസം ഇത്രയധികം പ്രാർത്ഥനയോടുകൂടി ഈ പഴയ സെമിനാരിയുടെ അങ്കണത്തിൽ വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കി. ഈ സന്ദർഭത്തെ ഓർത്ത് നമ്മെ ഇതിനൊരുക്കിയ ഗുരുക്കന്മാരെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, കുടുംബ അന്തരീക്ഷത്തെ ഒക്കെയും ഒരു നിമിഷം ഓർക്കുവാനുള്ള നല്ല അവസരം കൂടിയാണ് ഇത്. പട്ടമണി സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ അതിരറ്റ കരുണയാണ്. കർത്താവിന്റെ അങ്ങയുടെ മധ്യസ്ഥതയിൽ ഓരോ ദിവസവുമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് കൂടുതൽ മനുഷ്യർക്ക് പ്രയോജനകരവും ദൈവത്തിന് പ്രീതികരവുമായി തീരുന്നതിന് നാം പ്രാർത്ഥനാപൂർവം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക മനസ്സുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിച്ച 4 കാര്യങ്ങൾ സഭയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ മാറ്റിയെടുക്കുന്നതിന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥനയോടെ പ്രവർത്തിക്കേണ്ടതാണ്. ആത്മീയമായ ജീവനത ഇന്ന് സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വലിയൊരു നോയമ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ വലിയ നോയമ്പിൻ്റെതായിട്ടുള്ള കാലഘട്ടം നോയമ്പും നമസ്കാരവും ഉപവാസവും കൊണ്ട് നിറഞ്ഞ്
പ്രാർത്ഥന കൊണ്ട് പ്രകാശിക്കുവാൻ, കുടുംബങ്ങളെ ഒരുക്കുവാനുള്ള ഒരു വലിയ ചുമതല നമുക്കുണ്ട്. രണ്ടാമത് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിച്ചത് അധികാരത്തോടും പദവികളോടുമുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആവേശം. ഈ പ്രാവശ്യം നമ്മൾ നേതൃത്വ പരിശീലനം വെച്ചിരിക്കുന്നത് അടുത്ത വെള്ളിയും ശനിയും. അത് ആദ്യം നൽകുന്നത് തിരുവനന്തപുരം ഭദ്രാസനമാണ്. തിരുവനന്തപുരം ഭദ്രാസനത്തിലെ മർത്തമറിയ സമാജാംഗങ്ങളായ സ്ത്രീകൾ അത്യധ്വാനം ചെയ്ത് വളർത്തിയെടുത്ത ഒരു സ്കൂളുണ്ട്. പലരും കേട്ടിട്ടുണ്ടാവും. കഴിയുമെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് സന്ദർശിക്കണം. മാരിയൻ പ്ലേ ഹോം. 4 മെന്റലി ചലഞ്ച് വിദ്യാർത്ഥികളുമായി തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് 100-ലധികം ബുദ്ധിയിൽ പ്രത്യേകതകളുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സ്കൂൾ, ഒരു വിദ്യാലയമായിരിക്കുന്നു. സ്പെഷ്യലി ഇന്റലിജൻസ് ഉള്ള കുഞ്ഞുങ്ങളുടെ ഒളിമ്പിക്സിൽ വരെ പോയി സമ്മാനാർഹരായ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ അവിടുത്തെ അധ്യാപകർക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നത് മർത്തമറിയ സമാജത്തിന്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ഈ മാരിയൻ പ്ലേ ഹോം. ഇതുപോലെ അനേകം നല്ല സ്ഥാപനങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരത്തോടുള്ള ആവേശമായിരിക്കരുത്, മറിച്ച് ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്ന ദൗത്യമായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. മൂന്നാമത് അവരുടെ തിരുമനസ് ഓർമ്മിപ്പിച്ചത്, പരിശുദ്ധ ബാബ തിരുമേനി ഓർമ്മിപ്പിച്ചത് അച്ചടക്കമില്ലായ്മ. അത് എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതിയാണ്. അച്ചടക്കത്തിന് വേണ്ടി ഓടി നടക്കുന്നവരുന്ന് ഇന്ന് പോലും കൈമുട്ടിയ സമയത്ത് പണ്ടത്തെ അത്രയും ഇടിയില്ലായിരുന്നു. എന്നാലും ഒന്ന് നന്നായിട്ട് ലൈനായിട്ട് ഒന്ന് കൈമുട്ടാൻ പോകാൻ എന്നാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സ്ത്രീകൾക്ക് സാധിക്കുന്നത്? അതിനെന്താണ് മർത്തമറിയ സമാജാംഗങ്ങളായ വനിതകൾ ഒരു നേതൃത്വം കൊടുക്കുന്നത്? നമ്മുടെ ഇടവകളിൽ പോലും 100-400 സ്ത്രീകൾക്ക് ഒന്ന് ലൈനായിട്ട് പോകാൻ സാധിക്കത്തില്ല. പക്ഷേ 300 പുരുഷന്മാർക്ക് ഭംഗിയായിട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കി അവരവരിലേക്ക് നോക്കി തിരുത്തുവാനുള്ള ഒരു നല്ല അവസരം. അച്ചടക്കമില്ലാത്ത നമ്മുടെ ജീവിത ശൈലി കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും അച്ചടക്കമില്ലാത്തവരായി പോകുന്നു. നമ്മളിൽ അധ്യാപകരുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അടുത്ത തലമുറയും അച്ചടക്കമില്ലാതായി പോകും. അതുകൊണ്ട് അച്ചടക്കം മൂന്നാമത്തെ കാര്യം. നാലാമത് അഭിപ്രായ ഭിന്നത. അഭിപ്രായ വ്യത്യാസം വളർച്ചയ്ക്ക് ആവശ്യമാണ്. അഭിപ്രായ ഭിന്നതയിൽ എത്താതെ സൂക്ഷിക്കുന്നതിന് നമുക്ക് കഴിവില്ല. പരിശുദ്ധാത്മ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ പുരോഗമനമുള്ളൂ, വളർച്ചയുള്ളൂ, മുൻപോട്ടുള്ള കുതിപ്പുള്ളൂ. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സന്ദേശമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് ഭദ്രാസന സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ വന്നിട്ടുണ്ട്. ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ഒരിക്കൽ കൂടെ പറയുന്നു. അത് ഫെബ്രുവരി 28 മാർച്ച് 1 തിരുവനന്തപുരം മണ്ണന്തലയിലുള്ള മാരിയൻ പ്ലേ ഹോമിൽ വെച്ചാണ്. അഭിനന്ദ ഗ്രിഗോറിയോസ് തിരുമേനിയും അഭിനന്ദ ദേവോദ്രോസ് തിരുമേനിയും പ്രമുഖരായിട്ടുള്ള ആളുകളുമൊക്കെ ഈ ക്ലാസ്സുകളും സംവാദങ്ങളും ഒക്കെ ഉണ്ട്. അടുത്ത വർഷത്തെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാ ഭദ്രാസനത്തിൽ നിന്നും ഭദ്രാസനത്തിലെ ചുമതലപ്പെട്ടവർ അവിടെ കടന്നു വന്ന് അവിടെ താമസിച്ച് അതിൽ മുഴുവൻ പങ്കെടുക്കുകയും പ്രഭാതത്തിൽ ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ഉച്ചഭക്ഷണത്തോടുകൂടി പ്രോഗ്രാം തീർത്ത് മടങ്ങി വരുവാനായിട്ട് ദൈവം എല്ലാവരെയും ഇടയാക്കുന്നതിന് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുക. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിവിധ ഭദ്രാസനങ്ങൾ, മെയ് മാസങ്ങളിലായിട്ട് വിവിധ ഭദ്രാസനങ്ങളിൽ ആനുവൽ മീറ്റിങ്ങുകളുണ്ട്, ഭദ്രാസന മീറ്റിങ്ങുകളുണ്ട്. അതെല്ലാം ഭംഗിയായിട്ട് നടത്തുക. ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാ ഭദ്രാസനങ്ങളിലും യൂണിറ്റ് സെക്രട്ടറിമാർക്ക് നേതൃത്വ പരിശീലനം കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ നോയമ്പ് ശക്തമായി ആചരിക്കുക. കണ്ണുനീരിന്റെ പ്രാർത്ഥനയും നമസ്കാരവും ഉപവാസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി യേശുവിനോട് ചേർന്ന് ഉപവസിച്ച് ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ ആത്മീയ ജീർണത മാറും, അധികാര പ്രവൃത്തത മാറും, അച്ചടക്കരാഹിത്യം മാറും, അഭിപ്രായത്തിൽ ഏകസ്വരം ഉണ്ടാകുന്നതിന് ദൈവം നമ്മെ അനുവദിക്കും. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ ധന്യമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചത് പരിശുദ്ധ ബാബ തിരുമനസ് കൊണ്ടാണ്. സ്ത്രീകളോട്, പ്രത്യേകിച്ച് പരിശുദ്ധ സഭയിലെ സ്ത്രീകളുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങേയറ്റം
ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പിതാവിനോടുള്ള ഭക്തി ആദരങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ സമർപ്പിച്ചുകൊള്ളു. ഇന്നത്തെ മീറ്റിംഗിന് അധ്യക്ഷനായിരുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അഭിവന്ദ്യ ഡോക്ടർ യുഹാനന്മാർ ദേവദോസ് തിരുമേനിയാണ്. സ്ഥാനത്തിന്റെ ഏത് കാര്യവും ഏത് സമയത്തും എങ്ങനെയും സഹായിക്കുന്നതിന് പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്ദ്യ തിരുമനസിനോട് നമ്മുടെ കടപ്പാട് വാക്കുകൾക്കൊക്കെയും അതീതമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പ്രാർത്ഥനാ മനുഷ്യനാണ് അഭിവന്ദ്യ ദേവദോസ് തിരുമേനി. തിരുമേനിയുടെ പ്രാർത്ഥന പലപ്പോഴും നമുക്ക് തോന്നും പ്രവർത്തന ശൈലിയേക്കാൾ അധികമായിട്ട് പ്രാർത്ഥനയിൽ നിന്നുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഊർജമാണ് പ്രസ്ഥാനത്തെ മുൻപോട്ട് കൂടുതൽ നയിക്കുന്നത്. അഭിവന്ദ്യ തിരുമനസിന് എല്ലാവരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അച്ഛൻ ഏറ്റവും അധികം നിർദ്ദേശങ്ങൾ നമ്മോട് പറഞ്ഞു തരികയും ഏത് കാര്യത്തിനും എപ്പോഴും സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായിട്ടുള്ള മാത്യു വർഗീസ് അച്ഛനെ നന്ദി രേഖപ്പെടുത്തുന്നു. അടൂർ കടമ്പനാട് മുദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺ സ്കോറബിസ് അച്ഛനും ബാംഗ്ലൂർ ഡയോസിസിന്റെ വൈസ് പ്രസിഡന്റ് ഇബ്രഹാം തോമസ് അച്ഛനും ഇവിടെ സന്നിഹിതരാണ്. ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു. ബഹുമാന്യരായിട്ടുള്ള വൈദികരോടും അവരുടെ അതാത് മുദ്രാസനത്തിലെ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഡോക്ടർ ജേക്കബ് കുര്യച്ചനും പഴയ സെമിനാരിയുടെ മാനേജറായിരിക്കുന്ന റവറൻഡ് ഫാദർ MC കുര്യാക്കോസ് അച്ഛനും ഇവിടെ ആശംസകൾ നേർന്നു. ജേക്കബ് കുര്യച്ചൻ ഏത് പണ്ഡിതോചിതമായ വാക്കുകളിലൂടെ ചെറിയ പ്രഭാഷണങ്ങളിൽ പോലും നമ്മെ പഠിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേകമായ അറിവും ശൈലിയും ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്. അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. MC കുര്യാക്കോസ് അച്ഛന്റെ നേതൃത്വമാണ് ഇത്രയധികം ധന്യമായിട്ട് ഈ ഓർമ്മ പെരുന്നാൾ ഈ പഴയ സെമിനാരിയുടെ അങ്കണത്തിൽ നടത്തുവാനുള്ള ഒരു പ്രധാന ഘടകം. ഭർത്തമറിയ സമാജത്തിന്റെ ഈ മീറ്റിങ്ങുകൾക്കും ഇവിടെ നടന്ന മത്സരത്തിനുമൊക്കെയും എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയും അതിനുവേണ്ട എല്ലാ നേതൃത്വവും നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് നന്ദി രേഖപ്പെടുത്തുന്നു. മാറി നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനിയായ JC കരിങ്ങാട്ടിൽ കൊച്ചമ്മ ഈ മത്സരങ്ങളൊക്കെ നടത്തിയ സമയത്തും അതിന് പിന്നീടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുവാനും ഒക്കെ മാറി നിന്ന് പ്രവർത്തിക്കുന്നവരാണ് വാസ്തവത്തിൽ ഏത് പ്രവർത്തനത്തിന്റെയും ഏറ്റവും വലിയ ഒരു ശക്തിയായിട്ട് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. ഞാൻ മറന്നുപോയതല്ല മുഖ്യ പ്രഭാഷകെ പ്രസിദ്ധ ചരിത്രകാരനായ വോൾസ് വിറ്റ്മാൻ അദ്ദേഹത്തിന്റെ ഒരു വാക്യം 1977 നവംബർ മാസത്തിലെ ആദ്യത്തെ ക്ലാസ് ദിവസത്തിൽ ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി സാറ് MA ക്ലാസിന്റെ ആദ്യ ദിവസത്തിൽ പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഭൂതകാലത്തിന്മേൽ ഞാൻ വർത്തമാനം കെട്ടിപ്പടുക്കുന്നു, വൃദ്ധവൃക്ഷം അതിന്റെ വേരിന്മേൽ പുതിയ വൃക്ഷത്തെ എന്ന പോലെ. ഒന്നുകൂടെ പറയാം. ഭൂതകാലത്തിന്മേൽ ഞാൻ വർത്തമാനം കെട്ടിപ്പടുക്കുന്നു, വൃദ്ധവൃക്ഷം അതിന്റെ വേരിന്മേൽ പുതിയ വൃക്ഷത്തെ എന്ന പോലെ. ഇനി ജോൺ പ്രസംഗിച്ച സമയത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, വൃദ്ധരായ നമ്മൾക്ക് പുതിയ വൃക്ഷങ്ങളെ ദൈവം ധാരാളമായിട്ട് തരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് ഷാർജയിൽ ഒരു കോൺഫറൻസിൽ ചെന്നപ്പോൾ അഭിവന്ദ്യ പോളികർപ്പോസ് തിരുമേനി ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ അൻസായുടെ പ്രസംഗം ടീച്ചർ ഒന്ന് കേൾക്കണം, അതൊരു പ്രസംഗം തന്നെയാണ്. ഞാനൊന്നും വേണ്ടിയില്ല. അൻസ പറഞ്ഞു, ഞാൻ ഇനി പ്രസംഗിക്കത്തില്ല, കാരണം പ്രസംഗം പഠിപ്പിച്ച ടീച്ചർ ഇതാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ്. ദുബായിൽ ഒക്കെ ഉൾപ്പെടുന്നതായിട്ടുള്ള UAE സോണൽ സെക്രട്ടറിയാണ് അൻസ സോണി. പ്രിയ വിദ്യാർത്ഥിനി പ്രിയ ജേക്കബ്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലെ ക്ലാസ് എടുത്ത ബിജു T. മാത്യു അച്ഛന്റെ കൊച്ചമ്മ മെർലിൻ T. മാത്യു ചുങ്കത്തറ മുതൽ ഏതാണ്ട് കേരളത്തിലെ എല്ലാ പ്രസിദ്ധമായിട്ടുള്ള മീറ്റിങ്ങുകളിലും പോയി ദൈവവചനം ഈ ഒരു വർഷം കൊണ്ട് പ്രഘോഷിക്കുന്ന കൊച്ചമ്മ. ഇത്രയും കുറെ അധികം സ്ത്രീകളെ, പുതിയ തലമുറയിൽപ്പെട്ട സ്ത്രീകളെ നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് മുൻപോട്ട് കൊണ്ടുവരുവാൻ സാധിച്ചത് ഒരു വലിയ ദൈവകൃപയാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും, കയ്യിൽ 10 വിരലുകളുണ്ട്, 10 സ്ത്രീകളെ ഭർത്തമറിയ സമാജത്തിന് വേണ്ടി 4 ദിക്കിൽ പ്രസംഗിക്കുവാൻ കണ്ടെത്തിയിട്ട്, പ്രവർത്തിക്കുവാൻ കണ്ടെത്തിയിട്ട്
ഈ ഭാഗത്ത് നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു മാറണമെന്നാണ്. 4 പേര് മുമ്പോട്ട് കിട്ടി. പ്രിയ ജേക്കബ്, അൻസ സോണി, മെർലിൻ ജി മാത്യു, ഇപ്പോൾ വിനി വി ജോൺ. ഇനി നമുക്ക് 6 പേരെയും കൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛമ്മയോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നതിന് മുമ്പേ ദൈവം തന്ന ഈ താലന്ത്, ദൈവം തന്ന ഈ നല്ല ശൈലി, അനേകം സ്ഥലത്ത് നല്ല ഉച്ചാരണം, നല്ല ശബ്ദഭംഗി, ഇത് അനേകം സ്ഥലത്ത് തിരുവചനം പ്രഘോഷിക്കുന്നതിന് ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് പശ്ചിമയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പ്രോത്സാഹനം നൽകുന്ന റിജു കോശി അച്ഛനും പ്രത്യേകമായിട്ട് അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പേരിൽ പശ്ചിമയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മീറ്റിങ്ങിന് എല്ലാ വിധത്തിലും നമുക്കറിയാം, കമ്പയർ ചെയ്ത സ്നേഹ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സ്നേഹ. അതിനിടയിൽ ഓടി വന്ന് സഹായിക്കുവാനായിട്ട് വന്ന സ്നേഹിക്കും നന്ദി പറയുന്നു. ഇവിടെ ധാരാളം കാര്യങ്ങൾ ക്രമീകരിച്ച വൈദിക വിദ്യാർത്ഥികളുണ്ട്. പ്രത്യേകിച്ച് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ പ്രിയ മക്കളെ പോലെ അവർ ഓടി വന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അവരോടുള്ളതായ നന്ദിയും രേഖപ്പെടുത്തുന്നു. പ്രസ്ഥാനത്തിന്റെ ജോയിന്റ് സെക്രട്ടറി പരിയാമ ചാക്കോയാൻഡി, ഓഫീസ് സെക്രട്ടറി മോളി വർഗീസ്, കോട്ടയം സെക്രട്ടറി വിനി വർഗീസ്, പല ഭദ്രാസനങ്ങളിലും വന്നിരിക്കുന്ന സെക്രട്ടറിമാര്, അടൂർ കടമ്പനാട് സെക്രട്ടറി ആനി ആൻഡി, തിരുവനന്തപുരത്തെ ഭദ്രാസന സെക്രട്ടറി കുമാരി, കൊച്ചി ഭദ്രാസന സെക്രട്ടറി ലീലാമ കുര്യൻ, നിരണം ഭദ്രാസന സെക്രട്ടറി ശശാമ മാമൻ, അങ്കമാലി ഭദ്രാസന സെക്രട്ടറി ഓമന ജോൺ തുടങ്ങി കുമ്പളം ഭദ്രാസന സെക്രട്ടറി കുഞ്ഞമ്മ കൊച്ചമ്മ തുടങ്ങി എല്ലാവരോടും, കോട്ടയം സെൻട്രൽ തകമയാൻഡി എല്ലാവരോടും, ഗ്രൂപ്പ് സെക്രട്ടറിമാരോടും യൂണിയൻ സെക്രട്ടറിമാരോടും ഭക്തമലയ സമാജ അംഗങ്ങളോടും എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ദൈവ കൃപ കൊണ്ട് നിറയുവാൻ, അതാണ് നമുക്ക് ആവശ്യം. ദൈവ കൃപ കൊണ്ട് നിറയുവാൻ നമുക്ക് പഠിക്കുവാനും ദർശനം വെച്ചിരിക്കുന്ന പുസ്തകം യാക്കോബ് ശ്ലീഹായുടെ ലേഖനമാണ്. അതിലെ കുറിവാക്യങ്ങൾ പ്രത്യേകം നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരാം. യഹോവയുടെ അടുക്കലേക്ക് ചെല്ലാം, എന്നാൽ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. യഹോവയുടെ സന്നിധിയിൽ താഴ്വി, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നമുക്ക് യഹോവയുടെ സന്നിധിയിൽ താഴ്ന്ന് മനുഷ്യർക്ക് പ്രയോജനകരമായ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. പ്രത്യേകിച്ചും ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം അർത്ഥവത്തായി തീരുന്നതിന് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെ ആളുകൾ കുറവ് എന്ന് പറഞ്ഞുവെങ്കിലും എനിക്കതിന് വിഷമമില്ല. ഫെബ്രുവരി 2-ാം തീയതി ധാരാളം സ്ത്രീകൾ ഇവിടുത്തെ മീറ്റിങ്ങിന് വന്നു. വിവിധ മീറ്റിങ്ങുകൾക്ക് ഓടി നടന്ന് വരുന്നവരാണ്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തി പറയുവാൻ സാധിക്കുകയില്ല. കടന്നു വന്ന എല്ലാവരോടും വീട്ടുത്തരവാദിത്വങ്ങളുടെ ഇടയിൽ നിന്ന്, കൊച്ചുമക്കളെ വളർത്തുന്ന തന്ത്രപ്പാടുകളുടെ ഇടയിൽ നിന്ന്, വീടിന്റെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളുടെ ഇടയിൽ നിന്ന് രോഗാവസ്ഥകൾ വെച്ചുകൊണ്ട് ഓടി വരുന്ന എല്ലാ സഹോദരിമാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ വർഷത്തെ പ്രോജക്റ്റ് പുതുതായിട്ട് പെൺമയുടെ നന്മ എന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റ്. അത് തുടർന്നുകൊണ്ടിരിക്കണം, അത് അവസാനിച്ചില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുക. അടുത്ത വർഷത്തെ പ്രോജക്റ്റുമായിട്ട് ബന്ധിപ്പിച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും വന്നു ചേർന്നതിന് ഒരു സമ്മാനം ഞാനൊരു കവിത ചൊല്ലി അവസാനിപ്പിക്കാം. നന്ദിയായി. പെൺമയുടെ നന്മ എന്നതായിരുന്നല്ലോ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തന വിഷയം. അതിലെ പെൺമ, പെണ്ണ് എന്ന ഒരു കവിത ഞാൻ തന്നെ കുറിച്ച ഒരു കവിതയാണ്. ആരാണ് നീ പലപ്പോഴും ചോദിച്ചു എന്നോട് നിന്നോട്, നീ പാപാവേശമുണർത്തുമാതിമാതാവോ അബീഗയിലോ ഹന്നയോ ക്ലൗദിയോ? ആരാണു നീ പൂവാടിയിൽ വിരിഞ്ഞു നിൽക്കും സൂരമോ, അടുക്കളയിൽ എരിഞ്ഞവനോ ഒരു പിടിച്ചാമ്പലോ, ആണിന് വെറുമൊരു കാമിനിയോ അതോ അവന് ഇണയും തുണയുമോ? ആരാണു നീ ഇനിയും തിരിച്ചറിയപ്പെടാത്ത വിശുദ്ധിയുടെ കൃഷ്ണ തുളസിയോ അറിവിന്റെ നിശാഗന്ധിയോ, ഇരുളിൽ സൂര്യനെ തിരയും നളിനമോ? ആരാണു നീ? നീ ദേവി, നീ അമ്മ, നീ ശക്തി, നീ തിരിച്ചറിയൂ. നിന്നിൽ നിറയും അറിവിന്റെ നിലവിന്റെ കനവിന്റെ കനിവിന്റെ അഗ്നിയെ നീ
സുഗതകുമാരിക്ക് പിൻഗാമിയുള്ള ഇപ്പോഴാണ്. എൻ്റെ ആശംസകൾ നേരുന്നു. അനേക കവിതകൾ പോലെ സൃഷ്ടിക്കാൻ തക്കവണ്ണം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു സമാജം